സീറ്റ് വിഭജന ചർച്ചകൾക്കിടയിൽ വീണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാവി പരുങ്ങലിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഉറച്ച തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന സൂചന നൽകി അന്വയ ശ്രമങ്ങളുമായി കോൺഗ്രസും. സീറ്റ് വിഭജന ചർച്ചകളിൽ കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങളുടെ നിലപാടാണ് ആം ആദ്മിയെയും തൃണമൂലിനെയും ചൊടിപ്പിച്ചത്. പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും ഇരു പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസുമായി ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ലെന്നും മറ്റിടങ്ങളിൽ എന്ത് എങ്ങനെ എന്നത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും മമത വ്യക്തമാക്കി. BJPയെ പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ തൃണമൂലിന് കെൽപ്പുണ്ടെന്നും മുഖ്യമന്ത്രി. പഞ്ചാബിൽ 13 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആം ആദ്മി പാർട്ടി ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ 40 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 13 മണ്ഡലങ്ങളിലും സർവേ നടത്തുകയാണ് ഭഗവന്ത് സിംഗ് മാൻ. കെജ്രിവാളിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് തീരുമാനം. അതേസമയം ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. ബംഗാളിലും പഞ്ചാബിലും സഖ്യമുണ്ടാകുമെന്നതിൽ ഉറച്ച് ഹൈക്കമാൻഡ്. എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിലെ BJPയുടെ നമ്പർ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിൽ ഡിസ്പ്യൂട്ടൊന്നും ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷേ മമതാജി ഞങ്ങളുടെ സീനിയർ നേതാവാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. എന്നാൽ സംസ്ഥാന ഘടകങ്ങളിൽ സഖ്യത്തിനെതിരെ എതിർപ്പ് തുടരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.